ഒന്നാമത്തൊരു ഭർത്താവിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി അല്ലെങ്കിൽ അവനക്ക് ഉണ്ടാകേണ്ട വിശേഷം എന്ന് പറയുന്നത് മതബോധമുള്ളവരാകുക എന്നുള്ളതാണ്. മതബോധം. ഇപ്പൊ നമ്മൾ നമ്മുടെ മകൾക്കോ അല്ലെങ്കിൽ പെങ്ങൾക്കോ ആരെങ്കിലും ഒരു വരനെ നമ്മൾ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, റഹ്മാനായ റബ്ബ് പറഞ്ഞു, വല തുൻകിഹുൽ മുശ്രിക്കീന ഹത്താ യുഅ്മിനൂ, നിങ്ങൾ മുശ്രിക്കീങ്ങൾക്ക് ഒരിക്കലും നിക്കാഹ് ചെയ്തു കൊടുക്കരുത്, അവർ വിശ്വാസിയാകുന്നവരെ എന്നാണ്. റബ്ബ് പറയുന്നുണ്ട്, വല അബ്ദുൻ മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്കിൻ വലൗ അഅജബകും. അല്ലേ? കറകളഞ്ഞ വിശ്വാസത്തിന്റെ ഉടമയായി ഒരു അടിമ നിങ്ങളിലേക്ക് വരുന്നതാണ്. ആ വിശ്വാസമില്ലാത്ത മറ്റുള്ള ആളുകൾക്ക് എന്തെല്ലാം നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന സ്വത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിശ്വാസിയായ ഒരു മനുഷ്യൻ നിങ്ങളിലേക്ക് വരുന്നതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് റഹ്മാനായ റബ്ബ് പറയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അതാകും മൻ തറലൗന ഖുലുഖഹു വദീനഹു ഫസവ്വിജൂഹു, നിങ്ങളുടെ അരികിലേക്ക് നിങ്ങൾക്ക് ദീനീപരമായി കൊണ്ട് തൃപ്തിയുള്ള നല്ല സ്വഭാവമുള്ള ഒരാൾ നിങ്ങളുടെ മകളെ വിവാഹം അന്വേഷിച്ചുകൊണ്ട് വന്നാൽ ഫസവ്വിജൂഹു, നിങ്ങൾ അദ്ദേഹത്തിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തോ എന്നാണ്. ബാക്കിയുള്ള കാര്യം അലല്ലാ എന്നാണ്. പക്ഷെ അവിടെയാണ് പ്രിയമുള്ളവരെ പല ആളുകളും തെറ്റിപ്പോകുന്നത്. പല ആളുകൾ എന്തുകൊണ്ടാണ് ദാമ്പത്യ ജീവിതം ഇത്രയേറെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ ആദ്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ കാര്യത്തിൽ തന്നെ പ്രശ്നങ്ങൾ വന്നു എന്നാണ് ഒന്നാമത്തെ പ്രശ്നം. എന്താ? ദീനിന് പ്രാമുഖ്യം കൊടുത്തില്ല എന്നതാണ്. പണത്തിനും മറ്റുമൊക്കെ പ്രിഫറൻസ് കൊടുത്തു. അത് പിന്നെ അങ്ങോട്ട് ദീന അത് പിന്നീട് മെല്ലെ അഡ്ജസ്റ്റ് ചെയ്ത് അതൊക്കെ പിന്നീട് ആയിക്കോളെന്നാണ് പല ആളുകളും പറയുന്നത്. അതാകൂല. കുറച്ചെങ്കിലും അതിനോടൊരു അവസ്ഥ ഉണ്ടെങ്കിലേ നമ്മൾ അതിലേക്ക് ബോധപൂർവം സ്റ്റെപ്പ് എടുത്ത് വെക്കാവൂ എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോ നിലവിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, പണ്ടൊക്കെ ജാഹിലിയത്തിൽ പലതും ചെയ്തു പോയി, ഇപ്പോഴാണ് ആ ഒരു ദീനും നിങ്ങൾക്ക് മെല്ലെ ഇങ്ങനെ കിട്ടി തുടങ്ങി എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, നിലവിൽ നമ്മൾ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിലും പരിഹാരം തന്നെയാണ് ആ വിഷയത്തിലുള്ള ദീനിലേക്ക് ഭാര്യയാകട്ടെ ഭർത്താവിനെ ആകട്ടെ അത് കേൾപ്പിക്കാനും അടുപ്പിക്കാനും അതവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള പണികൾ എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് പരമാവധി നമുക്ക് ദീനീപരമായിട്ടുള്ള ഉപദേശങ്ങൾ കിട്ടുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയാകാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് എല്ലാവിധ നന്മകളും നമ്മിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ പോംവഴി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, പ്രിയമുള്ളവരെ, ഒരു ഭർത്താവ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാഹ് നമ്മളോട് പറഞ്ഞു, വേറെ ആരുമില്ല, അല്ലാഹ് നമ്മളോട് പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് പെരുമാറുന്നുണ്ടോ കൂട്ടരെ മാന്യമായി കൊണ്ട് പെരുമാറുക എന്നാണ്. അതൊരു കൽപ്പനാക്രിയയാണ്. ഈ കൽപ്പനാക്രിയന്റെ പ്രത്യേകം എന്താ പറയുക? അത് വാജിബാണെന്നാണ്, നിർബന്ധമാണെന്നാണ്. നിങ്ങളോട് വൈഫിനോട് പെരുമാറുന്നുണ്ടോ അത് മാന്യമായിരിക്കണമെന്നാണ്. ആ മാന്യത എന്ന് നമ്മൾ വിട്ടോ നമ്മളെ കാത്തിരിക്കുന്ന പ്രിയമുള്ളവരെ അദാബുകളാണ്. റഹ്മാനായ റബ്ബ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലും ഒന്നുകൂടെ ഉഷാറായിക്കൊണ്ട് പറഞ്ഞു, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ എന്നാണ്. വിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഈമാൻ പൂർത്തിയാക്കപ്പെട്ട മനുഷ്യനാരാ? ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് എന്നാണ്. നാട്ടുകാരുടെ മൊത്തത്തിലല്ല പ്രിയമുള്ളവരെ, വീട്ടുകാരോട്. പല ആളുകൾക്കും പറ്റുന്ന അബദ്ധം അങ്ങനെയാണ്. പുറത്തൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും, പക്ഷെ വീട്ടിന്റെ ഉള്ളിൽ കയറിയാലാണ് തനി നിറം വെളിച്ചത്താകില്ല. അത് ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖിയാറുക്കും ലിഅഹ്ലിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ മാന്യനാരാന്നറിയോ? നാട്ടും പുറത്ത് വലിയ മാന്യത കിട്ടിയവരൊന്നല്ല. നാട്ടുകാർ മൊത്തം 100-ൽ 110 മാർക്ക് കൊടുക്കുന്ന ആളൊന്നല്ല. മറിച്ചാരാ? നമ്മുടെ ചൂടും ചൂരും അറിയുന്ന ഇണതുണ പരസ്പരം മാർക്ക് കൊടുക്കാൻ കഴിയണമെന്നാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഇണയോട് മാന്യമായി കൊണ്ട് പെരുമാറുന്നവരാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ എന്തൊക്കെ കാര്യമാണ് ആ മാന്യമായ ഇടപെടൽ എന്ന് പറഞ്ഞത് എന്താ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് ആ മാന്യമായ ഇടപെടലായിക്കൊണ്ട് മാറുന്നത്? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഭാര്യ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണ് നമ്മൾ പഠിക്കണം. ഭർത്താക്കന്മാരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാര്യ നമ്മിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ. നമ്മളാണല്ലോ അങ്ങോട്ട് കൊടുക്കേണ്ടത്. ഭാര്യക്ക് കിട്ടേണ്ട അവകാശങ്ങളാണല്ലോ പറയുന്നത്. ആ അവകാശങ്ങൾ കൊടുത്താലാണല്ലോ നമുക്ക് റഹ്മാനായ റബ്ബിന് മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയുക. എന്തിലെങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യമാണ് പരിഗണനയും സ്നേഹം എന്നുള്ളതാണ്. പരിഗണിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവരുടെ നന്മകളെ പുകഴ്ത്തുക എന്നുള്ളത്. സുഹൃത്തുക്കളെ, പല ആളുകളും ഭയങ്കര പിശുക്കന്മാരാണ്. സമ്പത്ത് കൊണ്ടല്ല, ഒരു നല്ല വാക്ക് പറയുന്നതിൽ ഭയങ്കര പിശുക്ക് കാണിക്കുന്ന ആളുകളുണ്ട്. കഷ്ടപ്പെട്ട് 2-3 മണിക്കൂറൊക്കെ ആ അടുപ്പിന്റെ അണിയിൽ നിന്ന് ചൂടും പുകയും ഒക്കെ അനുഭവിച്ച് നമ്മൾ വിശന്ന് വരുമ്പോഴേക്ക് നമുക്ക് ഉണ്ടാക്കി തന്നൊരു ഭക്ഷണം ഉണ്ടാകും. അത് എന്താണോ അത് പുകഴ്ത്തി കഴിക്കാൻ പ്രിയമുള്ളവർ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ ഒട്ടിയ വയറുമായി കൊണ്ട് വന്നു. ആയിഷ നമുക്ക് പ്രത്യേകിച്ച് കൊടുക്കാനൊന്നുമില്ല, എന്താണല്ലോ വെച്ച് സുറുക്ക മാത്രമുള്ളത് പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുറുക്ക മുന്തിയ കൂട്ടാനിലെ എന്നൊരു കമന്റും പാസ്സാക്കി ഇത് കഴിച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, എന്തെങ്കിലും ഒരു കുറവ് കണ്ടെത്തി എന്തെങ്കിലും ഒരു മനസ്സിനെ വേദനിപ്പിച്ചാലല്ലാതെ ഭക്ഷണം കണ്ട് ഉള്ളിൽ ഇറക്കാൻ കഴിയാത്ത ചില ആളുകളുണ്ട്. വലിയ നഷ്ടം പരലോകത്തായിരുന്നു വാങ്ങലായിരിക്കും.
അല്ലേ? ആ മുടി അത് മനഃപൂർവ്വം ഇട്ടതല്ല, അത് കൊഴിഞ്ഞതാണ്. അത് നമുക്ക് നല്ല വലിയ മുടിയുണ്ട്, നമ്മുടേതും കൊഴിയും അല്ലേ? അപ്പൊ എന്തെങ്കിലും ഒരു മുടി പൊട്ട് കാണുമ്പോഴേക്കും അങ്ങോട്ട് ആ രൂപത്തിൽ പ്രയാസപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത്. നന്മകളുണ്ടോ അത് പുകഴ്ത്താൻ കഴിയണം, ന്യൂനതകളുണ്ടോ അതിപ്പോ തൽക്കാലം വെച്ചോളി എന്നുള്ളതാണ്. എന്തെല്ലാം സേവനങ്ങളാണ് നമുക്ക് ചെയ്തു തരുന്നത്, എന്തെല്ലാം സേവനങ്ങളാണ് നമുക്ക് ചെയ്തു തരുന്നത്, അത് ഉഷാറായിട്ടുണ്ട് കേട്ടോ എന്നൊന്ന് പറയാനുള്ള മനസ്സ് പ്രിയമുള്ളവർ നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? പ്രയാസത്തിൽ അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. അസുഖം ആർക്കും വരൂലേ? നമുക്ക് അസുഖം ഉണ്ടാവൂലേ? നമുക്ക് അസുഖം നമ്മൾ പിന്നെ അന്നത്തെ ഒരു ദിവസം ഒരു പക്ഷെ ലീവ് എടുക്കും. വീട്ടുകൾക്ക് അസുഖം ഉണ്ടായാലോ? പല ആളുകളെയും കണക്ട് അറിയോ? അവർക്കൊരു ഊരവേദന വരാൻ പാടില്ല, അവർക്കൊരു തലവേദന വരാൻ പാടില്ല, അവർക്കൊരു പനിയായിക്കൊണ്ട് ഒന്ന് കടക്കാൻ പോലും കഴിയില്ല. അതെന്താ അങ്ങനെ? അവർക്ക് എന്തൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവർ അടുക്കളയിൽ എത്തണം, അവർക്ക് എന്തൊക്കെ ഉണ്ടായാലും അന്ന് അടിച്ചുവാരൽ നടക്കണം, അവർക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ വരച്ച വരകളാണ്, അതൊക്കെ നടക്കണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കേസാണ്. അത് എവിടുത്തെ കേസാണ്? അതിന് നമ്മളും ഇങ്ങനെ പിന്നെ ആ നിലക്ക് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത് ശരിയല്ല പ്രിയമുള്ളവരെ. അവർ ഏറ്റവും കൊതിക്കുന്നത് അവർക്ക് പ്രയാസമുണ്ടാകുന്ന സമയത്ത് കൂടെ നിൽക്കാനാണ്. കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന്, അവരുടെ ആഗ്രഹങ്ങൾ ഉണ്ടാകും, അത് കണ്ടറിയണം. ആഗ്രഹങ്ങൾ ഉണ്ടാകും, കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ ഉണ്ടാകും, അത് കണ്ടറിയണം നമ്മൾ. അവർക്ക് നമ്മളൊക്കെ പലപ്പോഴും ഫ്രണ്ട്സുമായിട്ട് മറ്റൊക്കെ പുറത്തു പോയി നല്ല ഭക്ഷണം കഴിക്കുന്നുണ്ടാകും, അതിന്റെ ഫോട്ടോ ഒക്കെ മുപ്പത്തിരിക്ക് അയച്ചു കൊടുക്കുന്നുണ്ടാവും. ഐറ്റുകൾക്കും ഉണ്ടാവും ആ ചെറിയ പിന്നെ ഭക്ഷണം മാറി നിന്നിട്ട് പുറത്തൊക്കെ ഒന്ന് പോകാനും കഴിക്കാനൊക്കെ ഒരു ആഗ്രഹം. നമ്മളെ കൊണ്ട് കഴിയണത് പോലെ അവനവന്റെ സാമ്പത്തിക ചുറ്റുപാടിൽ നിന്ന് പുറത്തൊക്കെ ഒരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഒന്ന് ക്രമീകരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, പ്രതീക്ഷകൾ കൈമാറാൻ ഒരു ഭർത്താവിന് കഴിയണം അല്ലെ? ഒരു വീടില്ലാത്ത പ്രയാസങ്ങൾ പറയുന്നുണ്ടാവും അല്ലെ? കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടാവും. പല ആളുകൾ കേൾക്കാൻ പോലും നിന്ന് കൊടുക്കൂല, പല ഭർത്താക്കന്മാരും കേൾക്കാൻ പോലും നിന്ന് കൊടുക്കൂല എന്നാണ്. എന്നെ കൊണ്ട് കഴിയില്ല, എന്നെ കൊണ്ട് ഇത്രക്കെ തന്നെ പറ്റുള്ളൂ, പറ്റുമെങ്കിൽ നിന്നാ മതി എന്നൊക്കെ പറയാം. സുഹൃത്തുക്കളെ, നമ്മളെ കൊണ്ട് കഴിയില്ലായിരിക്കും, ഒരു പ്രതീക്ഷ കൊടുക്കാൻ നമുക്ക് കഴിയില്ലേ? ഇൻഷാ അല്ലാഹ് ഒക്കെ ശരിയാവും. ഞാൻ പരമാവധി അധ്വാനിക്കാം, ഈ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കും, ബാക്കി നമുക്ക് രണ്ടാക്കും ഇൻഷാ അല്ലാഹ് റബ്ബിലേക്ക് ഇട്ട് കൊടുക്കാം. റഹ്മാനായ റബ്ബിനെല്ലാം കഴിവുള്ളവനല്ലേ എന്നൊരു സംസാരത്തിലൂടെ 2 വരിയിൽ ആ സംസാരം അവസാനിക്കുമ്പോൾ എന്തൊരു റാഹത്താണെന്ന് ആലോചിക്കുക, എന്തൊരു റാഹത്താണെന്ന് ആലോചിക്കുക. ഇതൊന്നുമില്ല, ഇവിടെ പറയുമ്പോഴേക്കും നമ്മൾ കുരച്ച് ചാടി നിൽക്കുകയാണെങ്കിൽ ആ സാധുവിന് എന്ത് പ്രതീക്ഷയാണ് ഉണ്ടാവുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ സംസാരം അവസാനിക്കുന്നുണ്ടോ ഒരു പ്രതീക്ഷ കൈമാറാൻ നമുക്ക് കഴിയണമെന്നാണ്. മറ്റൊന്ന്, സ്വപ്നങ്ങളിൽ അവരുടെ കൂടെയുണ്ടാകാൻ നമുക്ക് കഴിയണം. അവർക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്, അവരുടെ സ്വപ്നങ്ങൾ പലപ്പോഴും വേണ്ടെന്ന് വെച്ചത് നമ്മളെ കൂടെ കൂടിയതിനു ശേഷമായിരിക്കും അല്ലേ? അവരുടെ വിവാഹത്തിന് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ആ സ്വപ്നങ്ങളൊക്കെ അവരിങ്ങനെ പലതും വെട്ടിച്ചുരുക്കി, പിന്നെ അവർക്ക് തന്നെ മനസ്സിൽ നടക്കൂല എന്നുള്ളത് അവിടെ ഒഴിവാക്കി അല്ലേ? എന്നാ പറയണ ചിലതെങ്കിലും ഉണ്ടാകും, അതൊന്ന് കൂടെ നിൽക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയണമെന്നാണ്. മറ്റൊന്നെന്താണെന്നറിയോ? അവർക്ക് സമയം കൊടുക്കാൻ നമുക്ക് കഴിയണം, സമയം കൊടുക്കാൻ കഴിയണം. നാട്ടുകാരുടെ മൊത്തം പ്രശ്നങ്ങൾ നമ്മുടെ മണ്ടയിലുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ നമ്മുടെ ഉഷാറായിക്കൊണ്ട് സമയം ഒക്കെ കൊടുക്കുന്നുണ്ട്. ഭാര്യയ്ക്ക് മാത്രം സമയം കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. മൊബൈൽ വലിയൊരു വില്ലനാണ് സുഹൃത്തുക്കളെ, മൊബൈൽ വലിയൊരു വില്ലനാണ്. അത് ക്രമീകരിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഒരു ക്വാളിറ്റി ടൈം ഉണ്ട്, ഓരോ ദിവസവും ഒരു പ്രധാനപ്പെട്ട സമയം, അത് അവരുടെയുള്ള പ്രശ്നങ്ങൾ കേൾക്കാനൊക്കെയാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നേരെ സ്വഹാബാക്കളായിട്ട് കുറച്ചേരം ഇരിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കും. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ നേരെ പണിയെടുക്കാന്നറിയോ? എവിടുക്കാന്നറിയോ? ഭാര്യമാരുടെ വീട്ടിലേക്കാണ്. ഓരോരുത്തരും പോയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യം അതൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. പിന്നെ വൈകുന്നേരം എല്ലാം പണി കഴിഞ്ഞ പ്രവാചകൻ എടുക്കാൻ പോണത് ഭാര്യമാരുടെ അരികിലേക്കാണ് പോകുന്നത് അല്ലേ? തൃപ്തിയായോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ എന്നിൽ ഇന്നത്തെ ദിവസത്തിലെ തൃപ്തരാണോ എന്നാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാതെ ചോദിക്കുന്നത്. അതൊക്കെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞവർക്ക് സമയം കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. മൊബൈലിൽ സംസാരിക്കാൻ നമുക്ക് കഴിയണം അല്ലെ? ചാറ്റിംഗ് ഓപ്ഷനൊക്കെ അത് നമുക്കൊക്കെ ഉള്ളതാണ് അല്ലെ? വാട്സപ്പിൽ നമ്മൾ ഹലാലായ ഒരു ബന്ധത്തിന് അത് പരമാവധി പല ആളുകൾ യൂസ് ചെയ്യൂല. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ ഇല്ലാതെയാകുമ്പോൾ പലപ്പോഴും ഇങ്ങനെ അവിഹിതത്തിലേക്ക് ആ സാധനമൊക്കെ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു ഹലാലാക്കിയ ഇണയും തുണയും തമ്മിലുള്ള അങ്ങനത്തെ സംഗതികളൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ ആ ഒരു അവസരത്തെ പിശാച് ഒരു വലിയൊരു അവസരമാക്കിയെടുത്ത് തെറ്റിലേക്ക് നയിക്കും എന്നുള്ളതാണ്. കാരണക്കാര് പ്രിയമുള്ളവരെ ഈ 2 കൂട്ടരുമാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എന്താ പറയുക, ഉള്ളു തുറന്ന് സംസാരിക്കാൻ നമുക്ക് കഴിയണം. പൊതുവെ സ്ത്രീകൾ സംസാരപ്രിയരാണ്, ആണുങ്ങൾ വല്ലാതെ സംസാരിക്കാറില്ല. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയണത്, ഒന്ന് മൂളി കൊടുക്കാനെങ്കിലും കഴിയണം. നമ്മൾ വല്ലാതെ സംസാരിക്കണ്ട, അവർ പറഞ്ഞത് കേട്ടാൽ മതി. മറ്റൊന്നാണ് അവരുടെ പ്രയാസങ്ങൾ കേട്ടുകൊടുക്കുക എന്നുള്ളതാണ്. ഒരു ഭർത്താവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. നമ്മൾ പരിഹരിക്കാനല്ല കേൾക്കുന്നത്. നമ്മൾ സാധാരണ എന്താ പറയാ, തുടങ്ങി എൻ്റെ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ തുടങ്ങി നിന്റെ ആ ഒരു ആവലാദികൾ, ഇത്രേ ഉള്ളൂ, അങ്ങനെ നമ്മൾ കളിയാക്കാൻ നിൽക്കണ്ട. അവർ പറയാനുള്ളത് പറയട്ടെ. ഈ പറയുന്നത് എന്തിനാണെന്നറിയോ? നാളത്തെ തന്നെ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടല്ല. അവരുടെ മനസ്സിൽ അത് ആണുങ്ങളെപ്പോലെ ഒരു പ്രശ്നത്തെ ഉള്ളിൽ കൊണ്ട് നടക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ആ പറയണത്.
ആ സ്ട്രെസ് ഒന്ന് അവർ റിലീസാക്കിക്കോട്ടെ, അത് നമ്മൾ കേട്ടുകൊടുത്താൽ മതി. നമ്മളൊന്നും പരിഹരിക്കാൻ അപ്പത്തെ സമയം നിൽക്കണമെന്നില്ല. നമ്മുടെ ആ സമയത്തെ ഡ്യൂട്ടി അത് കേട്ടുകൊടുക്കുക എന്നുള്ളതാണ്. സംസാരിക്കാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ പ്രിയമുള്ളവർ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. മറ്റൊന്നാണ്, തെറ്റുകൾ കണ്ടാൽ, തെറ്റില്ലാത്തൊരാരാ, തെറ്റ് സംഭവിക്കാത്തൊരാരാ, തെറ്റുകൾ കണ്ടാൽ ഒരിക്കലും പരസ്യമായി കൊണ്ട് വിമർശിക്കാൻ പാടില്ല. ചില ആണുങ്ങളൊക്കെ കാട്ടുന്നില്ല, ആണത്താണെന്ന് കരുതി വെച്ച സംഗതി എന്താണെന്നറിയോ? ഉമ്മാന്റെ മുമ്പിൽ വെച്ചിട്ട് അവളൊന്ന് ഷൗട്ട് ചെയ്യാ, അല്ലേ? പിന്നെ അവന്റെ പെങ്ങളുണ്ട്, നാത്തുവിന്റെ മുമ്പിൽ വെച്ചിട്ട് അവരൊന്ന് കയർത്ത് സംസാരിക്കുക. ഇതൊക്കെ വലിയ ആണത്തത്തിന്റെ പിന്നെ പര്യായമായിക്കൊണ്ടാണ് പല ആളുകളും ധരിച്ചിട്ടുള്ളത്. ശരിയല്ല പ്രിയമുള്ളവരെ. അല്ലാഹുവിന്റെ റസൂൽ വലാ തുഖബ്ബിഹ്, അവളെ നീ അവഹേളിക്കരുത് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞത്. ഒരു ആരോടും പാടില്ല, പരസ്യമായിക്കൊണ്ട് ആരോട് ആ നിലക്ക് പാടില്ല, രഹസ്യമായി. അതിനാണ് ബെഡ്റൂം. വളരെ മാന്യമായി അവളുടെ മനസ്സ് തട്ടുന്ന രൂപത്തിൽ, പിന്നെ അവൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഇത് സംസാരിച്ച് പിന്നെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ള. മറ്റൊന്നെന്താണെന്നറിയോ? ശാരീരിക ബന്ധത്തിൽ അവരെ പരിഗണിക്കണം എന്നുള്ള തന്നെയാണ്. അതൊന്നും നമ്മൾ ഒരു ലജ്ജിക്കേണ്ട വിഷയമല്ല സുഹൃത്തുക്കളെ, പഠിക്കേണ്ട വിഷയമാണ്. അതൊക്കെ ആണുങ്ങളുടെ ഒരു അവസ്ഥയും പെണ്ണുങ്ങളുടെ അവസ്ഥ രണ്ട് ധ്രുവമാണ്. ആണുങ്ങൾക്ക് ലൈംഗികാസ്വാദനം, ലൈംഗികതയുടെ പൂർത്തീകരണം വേഗത്തിൽ നടക്കും. എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെയല്ല, കുറച്ച് സമയമെടുക്കും. ആ സമയത്തെക്കുറിച്ചുള്ള ധാരണ പോലില്ലാത്ത ആളുകളുണ്ട്. അത് ശരിയല്ല. അവർക്ക് ഓരോ സാഹചര്യങ്ങളും ഒരു പീഡനമായിക്കൊണ്ട് അനുഭവിക്കുന്നു. പലപ്പോഴും വലിയ ദാമ്പത്യ തകർച്ചകൾക്കുള്ള കാരണം എന്താണെന്നറിയോ? ഇത് ശരിയല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് കേട്ടില്ലേ നിങ്ങള്? യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഗത ഫൽയതസവ്വജ്, അല്ലേ? നിങ്ങൾ വേഗം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. എന്തിനാത്? ഒന്നാമത് പറഞ്ഞത് ലൈംഗിക രംഗത്ത് വിശുദ്ധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അത് രണ്ടു കൂട്ടർക്കും കിട്ടണം. രണ്ടു കൂട്ടർക്ക് എങ്ങനെയെങ്കിലും കിട്ടിയാൽ പോലും അതിന്റെ ആസ്വാദന തലത്തിൽ കിട്ടണം. അത് എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് നമ്മൾ പഠിക്കണം. രണ്ടു കൂട്ടരെയും പരിഗണിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സുഹൃത്തുക്കളെ. ഇതൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും വിഷയം കാര്യങ്ങൾ പുറത്ത് പറയാൻ കഴിയും. അതൊക്കെ പുറത്ത് ഒരാളോട് പറയാൻ പറ്റും. കേസൊക്കെ നീറി ജീവിക്കാണ്. ആലോചിച്ചൊക്കെ 10, 20, 25 വർഷം കഴിഞ്ഞിട്ട് ദാമ്പത്യ രംഗത്തൊരു സുഖം ആ സാധുവിനെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പരലോക കോടതിയിൽ പോയിട്ട് നമ്മൾ എങ്ങനെ പോയി നിൽക്കും? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ കൊടുക്കേണ്ട ഹക്കുകൾ അത് പഠിക്കാൻ നമുക്ക് കഴിയണം. ഓരോന്നും ഓക്കെയല്ലേ എന്ന് നമ്മൾ ദിനം പ്രതി ശ്രദ്ധിക്കണം. ആ രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. മറ്റൊന്ന്, സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. നമ്മൾ കഴിക്കണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ ഭക്ഷിക്കുന്നുണ്ടോ അവളെയും ഭക്ഷിപ്പിക്കണം എന്നാണ്. അതേപോലെ തന്നെ നീ ധരിക്കുന്നുണ്ടോ അവൾക്കും കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ്, അല്ലേ? അതേപോലെ തന്നെ പ്രിയമുള്ളവർ, മുഖത്തടിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പല ആളുകളും വലിയ സംഭവമായിട്ടാണ് അതൊക്കെ കാണുന്നത്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് ഭാര്യയെ തല്ലുന്ന ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് 6 വഷളന്മാരായിക്കൊണ്ടാണ് മനുഷ്യന്മാർ വരുമെന്നാണ്. ഏറ്റവും മോശന്മാരായിക്കൊണ്ടാണ് അത്തരത്തിലുള്ള ആളുകൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൊറുക്കലിനെ ചോദിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ സംരക്ഷണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ മറ്റൊരു തറവാട്ടിൽ പോയിട്ട് എനിക്ക് നിങ്ങൾ പെണ്ണ് തരുമോ എന്ന് പറഞ്ഞ് 100 കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി റഹ്മാനായ റബ്ബ് പറഞ്ഞു, അഖദ്ന മിൻകും മീസാഖൻ ഗലീല, ബലിഷ്ഠമായ കരാറിൽ ഒപ്പിട്ടിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. എന്നിട്ട് നമ്മുടെ വീട്ടിൽ, ഭർത്തൃ വീട്ടിൽ പീഡനം അനുഭവിക്കാൻ പ്രിയമുള്ള ഭർത്താക്കന്മാരെ നമ്മൾ വിട്ടുകൊടുക്കരുത്. അതാരോ ആകട്ടെ നമ്മളോടാണ് ചോദ്യം ഉണ്ടാകുക. അത് ഉമ്മാന്റെ ഭാഗത്താണെങ്കിലും നാത്തുമാരുടെ ഭാഗത്താണെന്നുണ്ടെങ്കിലും മാനസിക ശാരീരിക പീഡനങ്ങൾ അവൾ അനുഭവിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും അതിനെതിരെ എന്നൊരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത ഭർത്താക്കന്മാരെ, പ്രിയമുള്ളവരെ, നാളെ പരലോകത്ത് വിലക്കടിക്കേണ്ടി വരും. അപ്പൊ എന്താണോ അതിന് രമ്യമായ പരിഹാരം അത് നമ്മൾ എടുക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുക. ഇതൊക്കെ സഹിച്ചാള, ഇതിങ്ങനൊക്കെ തന്നെ ആകുള്ളൂ എന്ന് പറയുന്ന രൂപം അത് ശരിയല്ല. നമ്മളെ വിശ്വസിച്ചിട്ടാണ് ആ ഉപ്പയും ഉമ്മയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ളതെങ്കിൽ അവൾ ഒരു നിലക്കും അവളുടെ സുരക്ഷിതത്തിന് പോറലേൽക്കുന്ന ഒന്നും ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുന്നുവോ അന്നേ പ്രിയമുള്ളവരെ നമ്മുടെ സ്വർഗവും ഉറപ്പുവരുത്തപ്പെടുകയുള്ളൂ എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, ഒരാണിന്റെ ഒരു അഴകെന്താണെന്നറിയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബത്തിൽ നമുക്കൊരല്പം മേൽക്കോയ്മ തന്നത് എന്തിനാണെന്നറിയോ? അല്ലാഹു തന്നെ പറഞ്ഞ റിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫല്ലലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. നമ്മൾ ചെലവിന് കൊടുക്കണ കൊണ്ടാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മേൽക്കോയ്മ തന്നിട്ടുള്ളത്. പല ആളുകൾ എന്താണെന്നറിയോ? അത് എങ്ങനെയൊക്കെ നടന്നു പോകുന്നതാണ്. ചെലവേ എങ്ങനെയെങ്കിലൊക്കെ നടന്നു പോകുന്നതാണ്. ചില ആളുകൾ ഇങ്ങനെ വലിയ തടിമക്കെടുക്കണ ചില വരുമ്പോൾ മെല്ലെ വീട്ടിൽ കണ്ട് പറഞ്ഞയക്കും. ഒരു പ്രസവമോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ
ഭാര്യനെ മെല്ലാണ്ട് പറഞ്ഞേക്കും. പിന്നെ ആ ഭാര്യയുടെ ആങ്ങളയോ വാപ്പയോ ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്ത് കണ്ടുകൊണ്ട് ചെയ്ത് എല്ലാം കഴിയുമ്പോൾ റിസീവ് ചെയ്യാൻ മൂപ്പരോട് പോകും. എന്ത് കഥ കൂട്ടരെ, ഇത് എന്ത് ഒളിച്ചോട്ടമാണ്? അള്ള പറഞ്ഞ ബാധ്യത നിന്നാണ് നമ്മൾ പോണത്. ഇതൊരു വളവായി കൊണ്ടെടുക്കുന്ന ആളുകളുണ്ട്, ചുളിവിൽ ജീവിച്ചു പോകുന്ന ആളുകളുണ്ട്. പറ്റൂല, അധ്വാനിക്കാൻ നമുക്ക് കഴിയണം. അള്ള തന്ന ആരോഗ്യം ഉണ്ടോ, എന്താണോ ഉള്ളത്, ഹലാലായ മാർഗമുണ്ടോ, അത് നിനക്ക് ഉപകാരപ്രദമായ വഴികളിൽ നീ ഇറങ്ങിച്ചല്ലേ. വാക്കി റഹ്മാനായ റബ്ബിനോട് നീ സഹായം ചോദിക്ക്. ആരാ നിനക്ക് കിട്ടില്ല എന്ന് പറഞ്ഞത്? നിന്റെ റിസ്ക് നീ ഹലാലായ മാർഗത്തിൽ പിന്നെ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് തരില്ല എന്ന് ആരാ പറഞ്ഞിട്ടുള്ളത്? റബ്ബ് ഏറ്റെടുത്തു എന്നതാ. ഒന്നും നടക്കൂല, അവിടെ നടക്കൂല, വെറുതെ ഇരിക്കുക, അത് പറ്റൂല. ഒരു സ്ത്രീയുടെ മനസ്സിൽ ഒരു വില ഉണ്ടാവില്ല പ്രിയമുള്ളവരെ, ഒരു വിലയും ഉണ്ടാവില്ല. ചിലപ്പോൾ വാപ്പാക്ക് ഭയങ്കര സമ്പാദിക്കാം അല്ലെ, മകൻ പിന്നെ മകളെ കാണാൻ വേണ്ടി വന്നതൊക്കെ വലിയ മുന്തിയ കാറിലൊക്കെ ഇരക്കെ കണ്ടിരൊക്കെ കൊടുത്തിട്ടുണ്ടാകുക. പക്ഷെ എനിക്ക് വാപ്പാക്കെ സമ്പാദനം എനിക്കുണ്ടാവില്ല. എന്നിട്ട് അവരുടെ ഒരു സ്വകാര്യ ആവശ്യത്തിന് പോലും അമ്മോശനെ ആശ്രയിക്കേണ്ട ദുരന്തം എന്നൊക്കെ പറഞ്ഞാൽ പ്രിയമുള്ളവർ, അതൊന്നും ശരിയല്ല. ഒരാണിന്റെ അന്തസ് എന്ന് പറഞ്ഞ ചെലവിന് കൊടുക്കൽ തന്നെയാണ്. മറ്റൊന്ന് അവരുടെ വിലയറിയുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ പറയാം അവരുടെ ഒരു അധ്വാനത്തിന് വിലയില്ല. നമ്മൾ ചെലവാക്കിയ ക്യാഷിന്റെ വലിപ്പം നമുക്ക് അറിയണ്ടാവും. നമ്മളതൊക്കെ വലിയ സംഭവമായിട്ട് പറയുണ്ടാവും. നമുക്ക് സാലറി ഉണ്ട്, നമുക്ക് വരുമാനം ഉണ്ട്, അതുകൊണ്ട് പറയുണ്ടാവും. പക്ഷെ അവരുടെ വരുമാനം ഇല്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് കയ്യും കണക്കൊന്നും ഉണ്ടാവില്ല. രാവിലെ ഓണാക്കിയ മിഷീനാ, രാത്രി നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ അത് ഓണായിക്കൊണ്ടേ കിടക്കുകയാണ് അല്ലേ. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കൾക്ക് ഒന്നും വേണ്ട. എപ്പോ വരുമ്പോ ചിന്തിച്ചെന്താന്ന് അറിയും, ഒന്നും വേണ്ട. ഭാര്യയുടെ വില അറിയാനേ നമ്മുടെ മക്കളെ ജന്മം നൽകിയതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ കുത്തുബിലൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടില്ലേ അല്ലേ. ഒരു ഉമ്മാനോടാണ് ഒരു മനുഷ്യർക്ക് നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ കടപ്പാടെന്ന് പറയാനുള്ള കേസ് എന്താ? അള്ള പറഞ്ഞ വിഷയം എന്താ? പ്രസവിച്ച സംഭവമല്ലേ അല്ലേ, പ്രസവിച്ച പ്രയാസങ്ങളല്ലേ. അതിന്റെ അടയാളങ്ങൾ ആ മക്കള് കണ്ടിട്ടില്ല, നമ്മൾ കണ്ടില്ലേ. നമ്മുടെ മക്കൾക്ക് ജന്മം കൊടുത്തതിന്റെ അടയാളങ്ങൾ അവര് കണ്ടിട്ടില്ല, നമ്മൾ കണ്ടില്ലേ അത്. പ്രിയമുള്ളവരെ, നമുക്ക് മക്കളെ സമ്മാനിക്കാൻ നമ്മുടെ അനുഭവിച്ച പ്രയാസങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആർക്ക്? ആ സ്ട്രെച്ച് മാർക്ക് അവിടെ കടക്കുന്നിടത്തോളം കാലം പ്രിയമുള്ളവരെ, അവരുടെ അധ്വാനത്തിന് വിലയില്ല എന്ന് പറയാൻ മാത്രം നന്ദി കെട്ടവന്മാരായി പ്രിയമുള്ളവരെ നമ്മൾ അനുവദിക്കാൻ പാടില്ല. നമ്മൾ അടിക്കുന്ന കമന്റ് എന്താണെന്നറിയോ? അനക്ക് എന്തായാലും മാത്രം ഇവിടെ പണിയെന്നാണ്. അനക്ക് എല്ലാം അല്ലേന്നാ പറയാ. അരക്കാൻ മിക്സി ഇല്ലേ, അലക്കാൻ വാഷിംഗ് മെഷീൻ ഇല്ലേ, എല്ലാം ഞാൻ സൗകര്യപ്പെടുത്തും. എന്നാലാകൂ പ്രിയമുള്ളവരെ, ഒരു രുചികരമായ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൈ വെക്കുമ്പോഴായിരിക്കും കുട്ടി വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിക്കുക, ബാത്റൂം കൊണ്ടുപോകേണ്ടി വരിക. അതിനൊന്ന് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരുമ്പോഴേക്കും ഒന്ന് ഊരെങ്ങനെ കണ്ട് ഉയർത്തുമ്പോഴേക്കും അടുത്ത ആൾക്ക് വരികയാണ്. എത്ര വലിയ ത്യാഗ പ്രിയമുള്ള. നമുക്ക് കഴിയോ ഭക്ഷണം കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് ബാത്റൂം പോയിട്ട് ആ വിസർജ്യമൊക്കെ കണ്ട് കഴുകി വൃത്തിയാക്കി വന്നിട്ട് പിന്നെ നമുക്ക് ആ ഭക്ഷണം പൂർത്തീകരിക്കാൻ ആണിന് കഴിയോ? ഒരു പെണ്ണിന് കഴിയും, ഒരു പെണ്ണിനെ അത് കഴിയൂ. ആ ത്യാഗത്തിന്റെ വില പ്രിയമുള്ളവരെ നമ്മൾ കണ്ടിട്ടില്ല എങ്കിൽ പിന്നെ ആരാണ്? ഇത്രയൊന്നും ജീവിതത്തിൽ നന്ദി കെട്ടവന്മാരായിക്കൊണ്ട് നമുക്ക് മാറാൻ പാടില്ല. അവരുടെ ത്യാഗത്തിന്റെ വിലയറിയണമെങ്കിൽ ഒരു ദിവസം അവൾ എടുക്കുന്ന പണി നമ്മൾ ചെയ്തു നോക്കി മതി. ഒരു 3 കുട്ടികളെ നിന്ന നിൽപ്പിൽ നമ്മൾ കുളിപ്പിച്ചത് ഉഷാറാക്കി കൊണ്ടെടുത്താൽ മതിയോ? അവിടെ എല്ലാം വൃത്തിയാക്കിയിട്ട് അങ്ങനെ പൊക്കുമ്പോ അല്ലെങ്കിൽ ഒരു വലിയ അന്നത്തെ ദിവസം മുഴുവൻ അലക്കാള് അവിടെ നിന്ന് അലക്കി നോക്കി. അപ്പൊ നമുക്ക് അതിന്റെ പ്രയാസങ്ങൾ അറിയാം. അത് ചെയ്യില്ല എന്നല്ല ഞാൻ പറയണത്. അതും വേണ്ട. ജീവിതകാലത്തിലെ അവരുടെ വില അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രിയമുള്ളവരെ, അവർ മരിച്ചാൽ നമ്മൾ അറിയും. അവരുടെ മരണത്തിന്റെ അന്ന് നമ്മൾ അറിയും. അന്നൊരു ശൂന്യതയായിരിക്കും. അന്ന് അവളെടുത്തതിന്റെ വില നമ്മൾ അറിയും. ആ വീട് മുഴുവനും അവളുടെ ചിറകിനടിയിൽ ഭദ്രമായിരുന്നു എന്ന നഗ്ന സത്യം നമ്മൾ അറിയും. അന്ന് നമ്മുടെ ഉള്ളിൽ തേങ്ങലുകൾ ഉണ്ടാകും. എനിക്ക് പുറത്തു തരണട്ടോ എന്ന് പറയാൻ പോലും ഒരു സമയം തരാതെ അവൾ അന്ന് എന്നേക്കുമായിക്കൊണ്ട് യാത്ര തിരിച്ചിരിക്കും. പ്രിയമുള്ളവരെ, അന്ന് കരഞ്ഞതുകൊണ്ട് കാര്യമായില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഓരോരുത്തരുടെയും വില നമ്മൾ അറിയണം. കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ സുദീർഘമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കുടുംബത്തിൽ പരസ്പരമുള്ളവരുടെ വിലകളാണ്. ഒരു ഭർത്താവിന് പ്രിയമുള്ളവരെ ഭാര്യ ഒഴിവാക്കിയ ജീവിതമില്ല, ഒരിക്കലും കഴിയില്ല. ഒരു ഭർത്താവ് നേരത്തെ മരിച്ചാൽ ആ ഭാര്യയ്ക്ക് പിന്നെ ജീവിക്കാൻ കഴിയും. പക്ഷേ ഭർത്താവിന് തനിച്ചാക്കി ആദ്യം ഭാര്യ പോയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവന്റെ പേരാണ് ആ ഭർത്താവ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കണ്ണടക്കുന്നതിന് മുൻപ്
ഇത്തിരി പോകുന്ന ജീവിതമേ നമുക്ക് റബ്ബോട് തന്നിട്ടുള്ളൂ. അത് പൊന്നുപോലെ കൊണ്ട് നടക്കുക. എല്ലാവരും പരസ്പരമുള്ള ബാധ്യതകൾ തിരിച്ചറിയുക, എല്ലാവരുടെയും വില തിരിച്ചറിയുക, പരസ്പരം നന്ദിയുള്ളവരാവുക, വീഴ്ചകൾ പുറത്തു കൊടുക്കുക, സേവനങ്ങൾ വലുതായി കാണുക, അവരുടെ സേവനങ്ങൾക്ക് നന്ദിയുള്ളവരാവുക, അവരെ പുകഴ്ത്തുക, സന്തോഷിപ്പിക്കുക, ആഹ്ലാദത്തോടുകൂടെ ഉള്ളത് തിന്നു കുടിച്ച് സന്തോഷത്തോടുകൂടെ നമുക്ക് ജീവിക്കാൻ കഴിയണം. ഇതിനേക്കാൾ റാഹത്തായി ഇൻഷാ അല്ലാഹ് പരലോകത്ത് സംഗമിക്കാൻ കഴിയണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.